മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ബ്രൊക്കോളി തോരനാണ്. ഈ തോരൻ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. സാധാരണ തോരൻ വയ്ക്കുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ട് തന്നെയാണ് അത് തയ്യാറാക്കുന്നത്. എങ്ങനെയാണത് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കുക. ഞാൻ ഇതുപോലത്തെ ഒരു ബ്രൊക്കോളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 2-3 ദിവസമായിട്ടാണ് വാങ്ങി വെച്ചിട്ടുണ്ട്. വാങ്ങിയ അന്ന് തന്നെ നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് നല്ല പച്ച കളറിൽ കിട്ടും. 2-3 ദിവസം ഇരിക്കുകയാണെങ്കിൽ ഒന്ന് കളറ് ചേഞ്ച് ആവും. എന്നാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വ്യത്യാസം വരില്ല. അത് നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇതുപോലെ അതിൻ്റെ കട്ടിയുള്ള തണ്ടൊന്ന് മുറിച്ച് കളയണം. ഇത് നല്ലപോലെ അരിഞ്ഞെടുത്ത ശേഷമാണ് നമ്മൾ വാഷ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ആ ഇതളുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിത് അതിൻ്റെ പൂഭാഗം നന്നായി നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. തണ്ടും കുറച്ച് നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്തതാണ് നന്നാവുക. അത് വെന്ത് കിട്ടണം. ഇതിൻ്റെ മുൾഭാഗത്തിന് വേവ് കുറവാണെങ്കിൽ അതിൻ്റെ തണ്ടിന് കുറച്ച് വേവുണ്ട്. അതുകൊണ്ട് അത് നന്നായി കുനുകുനാന്ന് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് കയ്യിൽ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുച്ച അത്രത്തോളം ചെറുതായിട്ട് എടുത്താൽ മതി. ഞാൻ എല്ലാം അരിഞ്ഞ ശേഷം ഇതുപോലെ ഒരു ഹോളുള്ള പാത്രത്തിലേക്കാണ് അത് ഊറ്റിയെടുത്തത്. നന്നായി കഴുകിയിട്ട് അതൊന്ന് അതിൻ്റെ വെള്ളം മുഴുവനായിട്ടും വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ വയ്ക്കണം. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്ന ശേഷം അതിലേക്ക് 2-3 വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കാം. ഞാൻ 2 എണ്ണമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യമായത് ചെറിയ ഉള്ളിയാണ്. അതൊരു 10-15 എണ്ണം ഞാൻ ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരക്കി അല്ലെങ്കിൽ അതുപോലെ അരിയ എന്നല്ല ചെയ്തിരിക്കുന്നത്, ചതച്ചെടുത്തതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ ബ്രൊക്കോളി തോരൻ്റെ ടേസ്റ്റ് തന്നെ നമ്മൾ ഈ ചെറിയ ഉള്ളി ചതച്ച് ചേർക്കുന്നതാണ്. അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷം നമ്മളൊരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ഒന്ന് പകുതി വാടിയ ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം അതിൻ്റെയും പച്ചമണം മാറണ വരെ, പച്ചച്ചൊവ മാറണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളകാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമാവും തോന്നുകയാണെങ്കിൽ 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഒക്കെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇതിൻ്റെയൊക്കെ പച്ചച്ചൊവ മാറിയ ശേഷം നമുക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടി എടുത്തത് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കേണ്ടതാണ്. കാരണം ഒന്നിച്ച് കൂട്ടി വെച്ചാൽ ഇതെല്ലാം കൂടി ഒന്ന് കരിയുന്നല്ല, അതിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് ശരിക്കുള്ളത് കിട്ടില്ല. അതുകൊണ്ട് ഇത് ഫ്രീസറിൽ വെച്ചതായിരുന്നു ഈ തേങ്ങ ചിരണ്ടിയത്. അതുകൊണ്ടാണ് അത് കുറച്ച് കട്ടയിട്ടൊക്കെ കിടക്കുന്നത്. നമ്മൾ അപ്പോഴേക്കപ്പോഴേ ചിരകി എടുക്കുകയാണെങ്കിലും ഇതൊന്ന് വഴറ്റിയിട്ട് വേണം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കതിലേക്ക് അത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വെള്ളമൊന്നും ആവശ്യമില്ല, ഇതിന് പെട്ടെന്ന് വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് വയ്ക്കണം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. പാകത്തിന് ഉപ്പും കൂടി നമ്മൾ ഈ സമയത്ത് ചേർത്തിട്ട് വേണം ഇത് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ബ്രൊക്കോളി നമുക്ക് പകുതിയായിട്ട് കുറയും. അതുകൊണ്ട് ഉപ്പ് ചേർക്കണ സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് ചേർത്തു. ഇനി നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് ഇത് കരിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് ഒരു 5 മിനിറ്റിന് ശേഷമാണ്
തുറന്ന് നോക്കുന്ന കണ്ടില്ലേ, പകുതിയായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും, ഇതിന് കൂടുതൽ വേവൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് ഈ ബ്രൊക്കോളി. ഇതൊരുവിധ ആൾക്കാർക്കൊന്നും ഈ ബ്രൊക്കോളി ഇതുപോലെ വെക്കാനൊന്നും ഇഷ്ടപ്പെടില്ല. അതിനൊരു കാബേജിൻ്റെ പോലെ തന്നെ അതിന് ചെറിയ തോതിലൊരു മണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരും ഇതിന് ഇഷ്ടപ്പെടില്ല. നമുക്കിത് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി മനസ്സിലാവുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ ഒരു ലേശം കൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയപ്പോൾ കുറച്ച് കമ്മിയായിട്ട് തോന്നി. അതുകൊണ്ട് ഒരു തരി ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു. വീണ്ടും അതേപോലെ അടച്ചു വയ്ക്കുകയാണ്. 2-3 മിനിറ്റ് വെച്ചാൽ മതി. പിന്നീട് വീണ്ടും തുറന്നു കൊടുത്തു. ഇപ്പോൾ ഏകദേശം ഇതിലത്തെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. നമ്മുടെ ബ്രോക്കോളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വാങ്ങി വെക്കുന്നതിന് മുന്നേട്ടൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അവസാനം ഇനിയിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും കൂടി മതി. ഇപ്പം നേരിയ തോതിലൊരു ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ശേഷം നമുക്ക് 2 കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ലാസ്റ്റിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയുടെയും ഈ കറിവേപ്പിലയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ പാടൊരു ടേസ്റ്റായിട്ട് നമുക്കിത് നല്ല രുചിയായിട്ട് തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലെയാണ് നമുക്ക് ഈ തോരൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ഞാനിപ്പോൾ അത് തയ്യാറാക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്തേക്കണം. എൻ്റെ ചാനലിന് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. വീണ്ടും നമ്മൾ 1-2 മിനിറ്റും കൂടി അടച്ച് വെച്ച് നമുക്കതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അരിഞ്ഞെടുക്കാനുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും സമയം കിട്ടുകയാണെങ്കിലും ബ്രൊക്കോളി കിട്ടുകയാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.